നമസ്കാരം. നമ്മളിൽ പലരും പറയുന്നൊരു പരാതിയാണ് ഒന്നിനും സമയമില്ല എന്നത്. ജോലി, കുടുംബം, അതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ എല്ലാം കൂടി വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലായിരിക്കും നമ്മുടെ സാധാരണ ജീവിതം എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. 8-8-8 റൂൾ. സമയ ക്രമീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് 8-8-8 റൂൾ, അതായത് 24 മണിക്കൂർ. ആദ്യത്തെ 24 മണിക്കൂർ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ കരിയറിന് വേണ്ടി മാറ്റിവെക്കുക. രണ്ടാമത്തെ 8 മണിക്കൂർ നിങ്ങളുടെ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഏറ്റവും അധികം സ്കിപ്പ് ചെയ്യുന്ന ഒരു ഫാക്റ്റുമാണ് ഉറക്കം. ബാക്കിയുള്ള 8 മണിക്കൂർ ഇതിനിടയിലാണ് കുടുംബം, കുട്ടികൾ, സുഹൃത്തുക്കൾ, ആരോഗ്യം, വിശ്രമം, വിനോദം, ഹോബികൾ എന്നിവ ഉൾപ്പെടുന്നത്. ഈ 8 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. ഓരോ നിമിഷവും ഓരോ പുതിയ അവസരമാണ്. അത് ശരിയായി വിനിയോഗിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ടു ഡു ലിസ്റ്റ്. മറ്റൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടൻ അന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക. 10 കാര്യങ്ങൾ എഴുതി വെച്ച് ഒന്നും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണ് 3 കാര്യങ്ങളെങ്കിലും എഴുതി വയ്ക്കുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുകയും വേണം കേട്ടോ. ഇതിനെ റൂൾ ഓഫ് 3 എന്ന് വിളിക്കുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. രാജാവായാലും പാവപ്പെട്ടവനായാലും എല്ലാവർക്കും ഒരു ദിവസം ലഭിക്കുന്നത് ഒരേ 24 മണിക്കൂർ തന്നെയാണ്. സേ നോ ടു സോഷ്യൽ മീഡിയ. നമ്മുടെ സമയം ഏറ്റവും അധികം മോഷ്ടിക്കുന്ന വില്ലനാണ് സോഷ്യൽ മീഡിയ. നോട്ടിഫിക്കേഷന് പിന്നെ പോവാതെ ആവശ്യമായ സമയം, കൃത്യമായ സമയം മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഒരു നിശ്ചിത സമയം മാത്രം അതിനുവേണ്ടി കണ്ടെത്തണം. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളോട് മാന്യമായി നോ എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇത് നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കും. സമയം പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. ഓർക്കുക, സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വളരെ ചെറിയ ടിപ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം എങ്ങനെയുണ്ടെന്ന് ദയവായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. ഇന്നലെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെയും നാളെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടാതെയും ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സമയം പണമാണെന്ന് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. കാരണം നമുക്ക് പണം ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ സമയം ചിലവഴിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നന്ദി.